ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ, ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങളൊക്കെ വരികയാണ്. ഇപ്പോൾ 30 വർഷത്തെ സിനിമാ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഗായത്രി വർഷ 24നോടൊപ്പം ചേരുകയാണ്. മാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ, നിരവധി വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ ഒരു ചൂഷണം ഇതിനു മുമ്പും, അതായത് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാമിൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം, ഇന്നലെ താരസംഘടനയൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. അങ്ങനെയാണോ ഇത്? ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ താരസംഘടനയുടെ പ്രതികരണം ഉണ്ടായതിനു ശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എത്രയോ പേരാണ് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ പേരാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിനിയും കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ ഒരു ധൈര്യം വന്നു. ഞാനൊക്കെ ചെറിയ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസിങ് അല്ലെങ്കിൽ പോലും വലിയ നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അവസ്ഥകളും ഉണ്ടാകുമ്പോൾ 1-2 വട്ടം ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ലൊക്കേഷൻ്റെ ആക്സസ് ഉള്ള സ്ഥലം നേരത്തെ ഈവൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പരാതിപ്പെടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴും നമ്മുടെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്താണ് പിന്നെ അത് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പോലീസ് നമ്മളോട് സംസാരിക്കുന്നത് വരെ പ്രൊഡ്യൂസറുടെയോ ഡയറക്ടറുടെയോ ആളായിട്ടാണ് സംസാരിക്കുക. അന്ന് 19-20 വയസ്സൊക്കെ ഉള്ള എനിക്ക്, അല്ലെങ്കിൽ 21 വയസ്സുള്ള കല്യാണത്തിന് മുമ്പൊക്കെ ഉള്ളൊരു അന്നത്തെ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്ത്രീക്കോ ഒരു പെൺകുട്ടിക്കോ അയ്യോ വേണ്ട, പിന്നെ അതങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങളൊരു സ്റ്റാർ അല്ലേ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാണക്കേടല്ലേ, എന്തിനാണ് വെറുതെ, വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, വേറൊന്നും സംഭവിച്ചില്ലല്ലോ, ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മളെ നിയമത്തിന് മുന്നിലേക്ക് ഇത്തരം പ്രവണതകളെ കൊണ്ടുവരുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ധൈര്യം വന്നു നമുക്ക് എല്ലാവർക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നാഥനുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയുന്ന നിയമമുണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ നന്നായി കാണുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. പക്ഷേ എടുത്ത് ഞാൻ പറയുകയാണ്, സമൂഹത്തിനോട് പറയുകയാണ്, അതുകൊണ്ട് എല്ലാ സിനിമക്കാരും മോശം എന്നില്ല. ഇതിൻ്റെ അകത്ത് പേഴ്സൻറ്റേജ് കൂടുതൽ നല്ലവരായി നിൽക്കുന്നവർ തന്നെയാണ്. ഈ 30 വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. നേരത്തെ തന്നെ, അതായത് ഈ താരസംഘടനകളൊക്കെ നേരത്തെ തന്നെ മേഡത്തെ ഒരുപാട് ഈ പറയുന്ന പോലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ സിനിമയ്ക്കുള്ളിൽ തന്നെ കലഹം നടത്തിയതുകൊണ്ട്, ഈ പറഞ്ഞതുപോലെ എത്തരത്തിൽ പ്രതികരിച്ചത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ ഈ പറയുന്നത് പോലെ പവർ ഗ്രൂപ്പുകളും മാഫിയ ഗ്രൂപ്പുകളും ഒക്കെ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ ഇത്തരത്തിൽ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണോ സിനിമാ മേഖലയിലുള്ളവർ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടുമാണ്. ഒരു ഹൈറാർക്കി സ്വഭാവമുള്ള ഒരു തൊഴിൽ മേഖലയാണിത്. ഹൈറാർക്കി ഉണ്ട്, മാർക്കറ്റിൽ ആരാ വലുതെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് പവർ ഗ്രൂപ്പെന്നോ മാഫിയെന്നോ ഒന്നും അന്നത്തെ പേരുകളൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും അത്തരം ഇടപെടലുകൾ നന്നായിട്ടുണ്ട്. ഇഷ്ടമല്ല, ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പോലും വേണ്ട ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് എന്ന് പറയുന്നൊരിടം തന്നെയാണിത്. ആരാണോ ക്യാപ്റ്റൻ, അയാളുടെ ഇഷ്ടം, അയാളുടെ താല്പര്യം എന്നുള്ളൊരു രീതിയുണ്ട് ഇവിടെ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് ഈ പരാതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ പോലും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആ സമയത്ത് പോലും അവർ പറയുന്നത്, മന്ത്രിയുടെ വരെ നിലപാട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് പരാതി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അന്വേഷിക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പരാതി വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കാമെന്ന് പറയുന്ന സർക്കാരിന്റെ പൊതുവായ ഒരു നിലപാട്. പക്ഷെ ഇപ്പോൾ അക്കാദമി ചെയർമാന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് പ്രാഥമിക കേൾക്കുന്നത് കൃത്യമായും എവിഡൻസ് ഉള്ള, സാക്ഷികളുള്ള, അത്ര സ്ട്രോങ് ആയിട്ടാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം വേണം. ഇതിപ്പോൾ ഇന്ന് മന്ത്രിയുടെ പ്രതികരണത്തിനോട് ഞാൻ എനിക്ക് അത്തരം ഒരു പ്രതികരണത്തെ, പക്ഷെ ഇന്ന് ഈ കാര്യത്തിൽ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള വനിതാ കമ്മീഷൻ വളരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഒരു പ്രാഥമിക അന്വേഷണം വേണം. കാരണം 15 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഇന്നലെ വൈകുന്നേരം വന്ന പരാതിയാണ്. അതിലൊരു പ്രാഥമിക അന്വേഷണം വന്നിട്ട് ഇദ്ദേഹത്തെ സാംസ്കാരിക വകുപ്പിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഇടത്തുനിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏറ്റവും അഭികാമ്യം, ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരു അലിഗേഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വമേധയാ മാറി നിൽക്കാം, അല്ലെ? ഒരു സാംസ്കാരിക പദവിയാണത്. അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കിയിരിക്കുന്നു. ഇപ്പൊ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ സാംസ്കാരിക ഔന്നത്യമുള്ള ഒരാളാണ്. അപ്പൊ എനിക്കെതിരെ അത്തരത്തിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ ഞാൻ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. അത് കഴിഞ്ഞിട്ട് ഈ കേസ് നടക്കട്ടെ, അല്ലെങ്കിൽ കേസ് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ, ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഭാഗവും കേൾക്കുമല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തിരിച്ചു വരുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ പെൺകുട്ടികളടക്കം ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിന് ഇരയായി എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഒരു ഈ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് മാഡത്തിന്റെ ഒരു നിലപാട്? വളരെ കൃത്യമായി സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ വേണം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ വരണം. കാരണം ഇത് സിനിമയെ ഒറ്റപ്പെട്ട് മാറ്റി നിർത്തിയിട്ട് എടുത്തു വെക്കേണ്ടതല്ല. സമൂഹത്തിൽ പൊതുവായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ദിവസം എത്രയോ സ്ത്രീകളാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരും മോശം എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാവരും റേപ്പിസ്റ്റുകൾ എന്ന് പറയുന്നിടത്തേക്കല്ല. പക്ഷേ ഇത് ഒരു അരാജകത്വം ഉണ്ടാവുന്നുണ്ട് സ്ത്രീയുടെ നേരെ. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തു എന്നുള്ള ഒരു ശരീരം മാത്രം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഇത്തരം സമീപനങ്ങളൊക്കെ മാറണം. സ്ത്രീ ഒരു വ്യക്തിയാണ്. അവർക്ക് ഡ്രീം ചെയ്യാനും ഭാവനയ്ക്കനുസരിച്ച് ഉള്ള ജോലികൾ ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും സിനിമ പോലെ ഒരു വലിയ ഇടത്തേക്കുള്ള അവരുടെ പ്രവേശനത്തെ തടയുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയുടെ ലൈംഗിക ചൂഷണങ്ങൾ ഒഴിവാക്കാനും ഒക്കെ ഹേമ കമ്മിറ്റി ഡെഫിനറ്റ്ലി അതൊരു കാരണം തന്നെയാവും. ഈ സിനിമയിൽ ഉന്നതരായ ആൾക്കാരുടെ മൗനം, അതായത് ഉന്നതരായ താരങ്ങളുടെ മൗനം കൂടിയുണ്ട് ഇതിനകത്ത്. അവരാരും ഇത്തരത്തിൽ ഇതുവരെയും പുറത്തു വരില്ല. ഇന്നലെ താരസംഘടനയാണെങ്കിൽ പോലും അതിൽ ഭാരവാഹികളാണെങ്കിലും അതിലാരും ഈ ഉന്നതരായ താരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ താര പദവി ആരാധക വൃന്ദം ഉള്ള ആളുകൾ അല്ലെങ്കിൽ വെള്ളി വെളിച്ചത്തിൽ സൂപ്പർ സ്റ്റാറുകളായി തിളങ്ങുന്ന ആളുകൾ ആരും വന്ന് സംസാരിച്ചിട്ടില്ല. ആ മൗനം ഒരു ക്രൈം കൂടിയല്ലേ? അത്തരത്തിൽ മൗനം ക്രൈമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള മൗനങ്ങൾ ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇവരൊക്കെ യൂസ് ടു ആണ് ഇതിനോടൊക്കെ. കാരണം എല്ലാവരും അവനവന്റെ കൂടാരങ്ങളിലാണ്. അവനവന്റെ സ്വാർത്ഥതയും അവനവന്റെ അവസരങ്ങൾ മാത്രം കരുതിയിരിക്കുന്നവരാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം. അപ്പൊ ഇത് ഇപ്പം എന്താന്ന് വെച്ചാൽ നടന്മാരെ ആരെങ്കിലും കുറ്റം പറഞ്ഞ, പ്രൊഡ്യൂസർ കുറ്റം പറഞ്ഞ നാളെ നടന്മാരുടെ ഡേറ്റ് കിട്ടില്ല. നടന്മാർക്ക് പ്രൊഡ്യൂസേഴ്സിനെയോ സംവിധായകരെയോ ഇതിന്റെ അകത്ത് പഴിചാരുന്നത് പോലെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നാളെ വേണ്ടപ്പെട്ട ഒരാളുടെ പേരിലാണ് ഒരു പരാതിയും കേസും വരുന്നതെങ്കിൽ അയാളുടെ അവസരങ്ങൾ കിട്ടില്ല. ഇത് പരസ്പര പൂരകങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവനവന്റെ സിമ്പിളായിട്ടേ പറയട്ടെ, വളരെ ലളിതമായിട്ട് പറയാം, ഒരു പ്രത്യയശാസ്ത്രാർത്ഥത്തിൽ അല്ല പറയുന്നത്. അവനവന്റെ നിലനിൽപ്പും അവനവന്റെ ജോലിയും ഒക്കെ പരസ്പരം പൂരകങ്ങളായി നിൽക്കുന്നിടത്ത് എല്ലാവരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പം വരില്ലല്ലോ എന്ന് പറയുന്ന സ്വാർത്ഥ മനോഭാവം മാത്രമാണിതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ലഘൂകരിക്കാൻ വേണ്ടി പറയല്ല, അടിസ്ഥാനപരമായി ഈ സ്വാർത്ഥതയാണ് സമൂഹത്തിന് ഉണ്ടാവുന്ന സാംസ്കാരിക മൂല്യക്കുറവിനുണ്ടാവുന്ന കാരണം എന്നും കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. മാഡം നേരത്തെ പറഞ്ഞിരുന്നു ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ആ തരത്തിൽ ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിന് മുമ്പിലോ അല്ലെങ്കിൽ മറ്റിത്തരത്തിലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാലോ ആ പറയുന്ന അല്ലെങ്കിൽ ആരാണോ ആ വേട്ടക്കാരൻ, അതായത് മേഡത്തെ ആ രീതിയിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ആ ദുരനുഭവം ഉണ്ടായത്, അയാളുടെ പേരുകൾ വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്യും? അങ്ങനെ നടപടി സ്വീകരിക്കത്തക്ക ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം ഇപ്പൊ എനിക്ക് എവിഡൻസ് കൊണ്ടുപോയി കൊടുക്കാനൊന്നുമില്ല, അല്ലേ? ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ എന്താ പറഞ്ഞ ഓഡിഷന് വന്ന സ്ത്രീയാണ് അവര്. ഓഡിഷന് വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അഭിനയിപ്പിച്ചില്ല. ഇതിന്റെ അകത്ത് ഒരു അവരുടെ ആവിഷ്കാരകന്റെ ക്രിയേറ്ററുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട് എന്നുള്ളൊരു എക്സ്ക്യൂസാണ് ഇന്നലെ ജോമോള് പോലും പറഞ്ഞത്. പാർവതിയെ പോലെ ഇത്ര പ്രഗത്ഭയായി നിന്ന ഒരു നടിയുടെ ആബ്സെൻസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചെടുത്ത് പോലെ അതൊക്കെ സംവിധായകരുടെ ചോയ്സാണ് എന്ന് പറയുന്ന എക്സ്ക്യൂസിൽ നിൽക്കുന്നിടത്ത് എനിക്കിപ്പം നിയമത്തിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആയിട്ടൊരു എവിഡൻസ് പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ പരിഹാസയായി പോകും എന്നുള്ളതാണ്. പിന്നെ ഞാൻ അതൊരു വലിയ ഡാമേജിലേക്കോ വലിയ ട്രോമയിലേക്കോ വരാൻ വരുന്ന ഒരു സ്റ്റേജ് വരെ ഞാൻ പോയില്ല എന്നുള്ളതാണ് ഇത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ മോഹങ്ങളൊന്നുമില്ലാതെ, സിനിമയിൽ നല്ല നടി എന്നുള്ള പേര് കേൾപ്പിക്കണമെന്നില്ലാതെ നല്ല അവസരങ്ങൾ ആലോചിച്ച് നോക്കൂ. 30 വർഷം നിന്ന എന്റെ പേരിൽ എനിക്ക് പറയാൻ എന്റെ കരിയറിൽ ഒരു സക്സസ്ഫുൾ സിനിമ എന്ന് പറയാൻ മീശമാധവനേ ഉള്ളൂ. ആ ഒരു സരസു എന്ന് പറയുന്ന പേരിൽ ആ ഗായത്രി എന്ന് പറയുന്ന ഒരു നടി ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇടത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള എന്റെ എല്ലാ റെപ്യൂട്ടേഷനും എന്നെ ജനം അറിഞ്ഞിട്ടുള്ളതും എന്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞെടുത്ത് ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകയാണ്. ഒരു സിനിമാ നടി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ആകെ ഞാൻ എത്തിയിരിക്കുന്ന ഒരേ ഒരു ക്യാരക്ടർ, ഞാൻ എന്ന് പറയുന്ന നടി എന്ന് പറയുന്നത് എത്തിയിരിക്കുന്ന ഒരേ ഒരു സിനിമ ക്യാരക്ടർ എന്ന് പറയുന്നത് മീശമാധവൻ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റവസരങ്ങൾ പോയത് ഇത്തരത്തിൽ പ്രതികരിച്ചത് കൊണ്ടാണെന്നാണ് ആവണല്ലോ. ഇതൊക്കെ വളരെ നിശബ്ദമായ കൊലകളാണ്, അല്ലാതെ ലൗഡായിട്ടല്ല. പ്രതികരിക്കുന്നവർ പോലും അയ്യോ ഞാൻ എന്തിനാ ഇത്രയൊക്കെ സംസാരിച്ചേ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ നിശബ്ദമായ കൊലകളാണ്. ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറി ലോക സിനിമയുടെ നെറുകയിൽ മലയാള സിനിമ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ബംഗാളിയിൽ നിന്നൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ
വ്യക്തിപരമായ റെഡ് സല്യൂട്ട് ടു ദം എന്നാണ് പറയുക. കാരണം ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു സാംസ്കാരിക മണ്ഡലം ബംഗാളിന്റെ സ്വഭാവമാണ്. ബംഗാളിന്റെ കേരളവും ബംഗാളുമാണ് അങ്ങനെ ഒരു ഇടതുപക്ഷ മനസ്സുള്ള സാംസ്കാരിക മണ്ഡലം. അപ്പോഴും അക്കാദമി ചെയർമാനും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ആളാണല്ലോ. അക്കാദമി ചെയർമാൻ നമ്മുടെ ഇടതുപക്ഷ മനസ്സ് ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയമല്ല. ക്ലിയർ അല്ലേ? ഇടതുപക്ഷ മനസ്സ് ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയമല്ല. ഒരുപക്ഷെ അക്കാദമി ചെയർമാനായിരിക്കുന്ന ആളിന്റെ സിനിമകളുടെ കണ്ടന്റുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇടതുപക്ഷ മനസ്സ് വേറെയാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ പലരും പല ഇടങ്ങളിലും പല സമയത്ത് നമ്മളെല്ലാവരും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയി നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഇടതുപക്ഷ മനസ്സ്, ഇടതുപക്ഷ നിലപാട്, ഇടതുപക്ഷ കാഴ്ചപ്പാട് അതുണ്ടാവണം.